സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഡൽഹി സ്ഫോടനം നടന്ന് 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഭീകരാക്രമണമാണ് നടന്നതെന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ല. ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ല. നിരവധി അഭ്യൂഹങ്ങളും പേരുകളും വിവിധ മാധ്യമങ്ങളിലൂടെ അന്വേഷണ ഏജൻസികളെയും പോലീസിനെയും ഉദ്ധരിച്ച് പ്രചരിക്കപ്പെടുന്നുണ്ട്. പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തമായ ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ആശ്രയിക്കുന്നത് പ്രമുഖ യൂട്യൂബർ ധ്രുവ് രാഠിയുടെ ഏറ്റവും പുതിയ വീഡിയോയാണ്. ധ്രുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ വിവർത്തനം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതിലൂടെ ഏറെ കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 5 കാര്യങ്ങളാണ് ധ്രുവ് രാഠി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 1. ഡൽഹിയിൽ എത്ര വലിയ സ്ഫോടനമാണ് നടന്നത്. 2. മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ്. 3. ഫരീദാബാദുമായി ഡൽഹി സ്ഫോടനത്തിനുള്ള ബന്ധം എന്താണ്. 4. നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്താൻ സമയമായോ. 5. ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. വീഡിയോയിലേക്ക് കടക്കാം. 2025 നവംബർ 10 വൈകുന്നേരം 6:45 ഡൽഹിയിലെ റെഡ് ഫോർട്ടിന് സമീപമുള്ള സുന്നേരി മസ്ജിദ് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഒരു ഹുണ്ടൈ i20 കാർ പുറത്തു വരുന്നു. ഈ കാർ ചെങ്കോട്ടയുടെ അടുത്ത് നിന്ന് യു ടേൺ എടുത്ത് അതിന് നേരെ മുന്നിലുള്ള റോഡിലേക്ക് വരുന്നു. കാർ വളരെ പതുക്കെ സഞ്ചരിച്ച് ട്രാഫിക് സിഗ്നലിൽ വന്ന് നിർത്തുന്നു. ഇത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷനിലെ ഗേറ്റ് നമ്പർ 1 നിന്ന് വളരെ അടുത്തായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം ഒരു വലിയ സ്ഫോടനം ഉണ്ടാകും. ഈ സ്ഫോടനം അത്രത്തോളം വലുതായിരുന്നു. കാറിന് അടുത്തുണ്ടായിരുന്ന കുറഞ്ഞത് 6 കാറുകൾക്കും 3 ഓട്ടോറിക്ഷകൾക്കും തീപിടിച്ചു. അടുത്തുള്ള തെരുവ് വിളക്കുകൾ അണഞ്ഞുപോയി. മെട്രോയുടെ പ്രവേശന കവാടത്തിലെ ചില്ല് തകർന്നു. വളരെ ദൂരത്ത് നിർത്തിയിട്ടിരുന്ന പല കാറുകളുടെയും ചില്ലുകൾ വരെ തകർന്നു. സ്ഫോടനം നടന്ന കാറിന് അടുത്തുണ്ടായിരുന്ന വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ 150 മീറ്റർ ദൂരത്തേക്ക് തെറിച്ചുപോയി. ഈ സ്ഫോടനം നടന്ന സമയത്ത് യാദർച്ഛികമായി 2 പേർ വീഡിയോ ചിത്രീകരണം നടത്തുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ അല്പം സ്ലോ ചെയ്ത് കണ്ടാൽ ഈ സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യാമറയിൽ കണ്ടതെല്ലാം കുലുങ്ങി. അത്ര വലിയ മരം പോലും കുലുങ്ങി. അവിടെയുണ്ടായിരുന്ന കടയുടമകൾ പറയുന്നത് ഇത്രയും വലിയ ശബ്ദം അവർ മുമ്പൊരിക്കലും കേട്ടിട്ടില്ല എന്നാണ്. സ്ഫോടനത്തിന്റെ ശബ്ദം ഏകദേശം 2.5 കിലോമീറ്റർ വരെ അകലെ കേട്ടതായി പറയപ്പെടുന്നു. ചാന്ദിനി ചൗക്കിലെ നാട്ടുകാർ സ്ഫോടനത്തിൽപ്പെട്ടവരെ വളരെയധികം സഹായിച്ചു. ആംബുലൻസ് എത്തുന്നതിന് മുമ്പേ പലരെയും ഈ റിക്ഷകൾ വഴി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സ്ഫോടനത്തിൽ മൊത്തത്തിൽ 20-ൽ അധികം ആളുകൾക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ ലോക്നായക് ജയപ്രകാശ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിക്കേറ്റവരിൽ 8 പേർ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു. ഈ സ്ഫോടനം എങ്ങനെ സംഭവിച്ചു, ആരാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും സർക്കാർ അറിയിച്ചിട്ടില്ല. അന്വേഷണ ഏജൻസികളും പറഞ്ഞിട്ടില്ല. ഈ സംഭവത്തിൽ മരിച്ചവരിൽ 6 പേരെയാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ലോകേഷ് അഗർവാളാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മകന്റെ ഭാര്യയെ കാണാൻ ഡൽഹിയിൽ വന്നതായിരുന്നു അദ്ദേഹം. കൂടാതെ അംറോഹയിൽ താമസിക്കുന്ന DTC ബസ് കണ്ടക്ടർ അശോക് കുമാർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്നു. മറ്റൊരു ഇരയായ പങ്കജ് സൈനി ഒരു ക്യാബ് ഡ്രൈവറായിരുന്നു. ദിനേശ് മിശ്ര ചാന്ദിനി ചൗക്കിലെ ഒരു സാരിയും ലഹങ്കയും വിൽക്കുന്ന കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. മറ്റൊരു ഇരയായ നോമാൻ ഒരു കോസ്മെറ്റിക് സ്റ്റോറിലാണ് ജോലി ചെയ്തിരുന്നത്. അതുപോലെ ജുമ്മൻ മുഹമ്മദ് ഈ റിക്ഷ ഓടിച്ചിരുന്നു. സ്വന്തം കുടുംബത്തിലെ ഏക വരുമാനക്കാരനായിരുന്നു ജുമ്മൻ. രാത്രി 10 മണിയോടുകൂടി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരിക്കേറ്റവരെ കാണാൻ ആശുപത്രിയിലെത്തുന്നു. അതിനുശേഷം അദ്ദേഹം സ്ഫോടനം നടന്ന സ്ഥലത്തും പോകുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എല്ലാ സാധ്യതകളെയും തുറന്നു വെച്ചുകൊണ്ട് ഞങ്ങൾ വിശദമായ അന്വേഷണം തുടങ്ങി എന്നാണ്. ഇപ്പോൾ ഇവിടെ സോഴ്സുകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ നിരവധി വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവയുടെ വിശ്വാസ്യത അറിയാമല്ലോ. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് വന്നേക്കാം. ടൈംസ് ഓഫ് ഇന്ത്യ സോഴ്സുകളെ ഉദ്ധരിച്ച് പറയുന്നത് ഹുണ്ടായി i20 കാറിന്റെ നമ്പർ പ്ലേറ്റ് HR26CE 7674 എന്നാണ്. ദ ഹിന്ദു പത്രത്തിന്റെ സോഴ്സുകൾ നൽകിയ വിവരമനുസരിച്ച് ഈ കാറിന്റെ ഉടമ ഹരിയാനയിലെ ഗുഡ്ഗാവിൽ താമസിക്കുന്ന മുഹമ്മദ് സൽമാൻ ആയിരുന്നു. പോലീസ് സൽമാനെ ചോദ്യം ചെയ്തപ്പോൾ സൽമാൻ കാർ ഡൽഹിയിലെ ഓഖ്ലയിൽ താമസിക്കുന്ന ദേവേന്ദറിന് വിറ്റതായി മനസ്സിലായി. അതിനുശേഷം ദേവേന്ദർ കാർ അംബാലയിലെ മറ്റൊരാൾക്ക് വിറ്റിരുന്നു. അതിനുശേഷം കാർ മറ്റൊരാളുടെ കൈകളിലേക്ക് പോയി. ഡൽഹിയിൽ നടന്ന സംഭവത്തെ ഫരീദാബാദുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ കാണുന്നത്.
നവംബർ 10 തന്നെ ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും ചേർന്ന് കശ്മീരിൽ താമസിക്കുന്ന 2 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഡോക്ടർമാർ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്, അൽ ഖ്വയ്ദ എന്നിവയുമായി ബന്ധമുള്ള അൻസാർ ഗസ്വത്തുൽ ഹിന്ദിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. യഥാർത്ഥത്തിൽ കുറച്ചു മുമ്പ് ശ്രീനഗറിലെ നൌഗാം ഏരിയയിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ട് പല പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഈ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് പോലീസിനും ഇന്ത്യൻ സൈന്യത്തിനുമുള്ള ഭീഷണികളായിരുന്നു. ജമ്മു കാശ്മീർ പോലീസ് അന്വേഷണം നടത്തി. ആ അന്വേഷണം കാസിഗുണ്ടിലെ ഡോക്ടർ ആദിൽ മജീദിലേക്കാണ് എത്തിച്ചേർന്നത്. അദ്ദേഹം ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ആദിലിനെ സഹാറാൻപൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ അദ്ദേഹം അനന്ത്നാഗിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തിരുന്നത് എന്നും പോലീസിന് മനസ്സിലായി. പോലീസ് മെഡിക്കൽ കോളേജിലെ ആദിലിൻ്റെ ലോക്കർ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു AK-47 തോക്ക് കണ്ടെത്തി. പിന്നീട് ആദിലിലൂടെ പോലീസ് പുൽവാമയിൽ താമസിക്കുന്ന ഡോക്ടർ മുജാമിൽ അഹമ്മദ് ഗനയിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി ആൻഡ് ഹോസ്പിറ്റലിൽ പഠിപ്പിക്കുകയായിരുന്നു. ഏകദേശം 10 ദിവസം മുമ്പ് മുജാമിലിനെ തടഞ്ഞു വച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫരീദാബാദിലെ ഒരു ഗ്രാമത്തിൽ റെയ്ഡ് നടത്തി. അവിടെ അദ്ദേഹം വാടകയ്ക്ക് ഒരു വീടെടുത്തിരുന്നു. ഈ വീട്ടിൽ നിന്ന് പോലീസ് ഏകദേശം 360 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. പിന്നീട് കൂടുതൽ റെയ്ഡുകൾ നടത്തി. അങ്ങനെ കിട്ടിയ സ്ഫോടക വസ്തുക്കൾ ഏകദേശം 3000 കിലോയിൽ അധികമാണ് എന്ന് പറയപ്പെടുന്നു. ബോംബുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് ഇതിലുണ്ടെന്നും സംശയിക്കുന്നു. കൂടാതെ പോലീസ് ഇവിടെ നിന്ന് ഒരു വോക്കി ടോക്കി, 20 ടൈമറുകൾ, ബാറ്ററികൾ, റിമോട്ടുകൾ, 5 കിലോ ഹെവി മെറ്റൽസ്, ഇലക്ട്രിക് വയറുകൾ തുടങ്ങിയ ബോംബ് നിർമ്മാണ സാമഗ്രികൾ ശേഖരിച്ചു. ഇവിടെ നിന്ന് ഒരു റൈഫിൾ, 3 മാഗസിനുകൾ, ഒരു പിസ്റ്റൽ എന്നിവയും കണ്ടെത്തി. ഇതെല്ലാം കണ്ടപ്പോൾ ഇവിടെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. ഇവരുടെ അറസ്റ്റിന് ശേഷവും ഡൽഹിയിൽ റെഡ് ഫോർട്ട് സ്ഫോടനത്തിന് മുമ്പ് വരെ ഈ ഓപ്പറേഷൻ തുടരുകയാണ് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫരീദാബാദിൽ തീവ്രവാദ ആരോപണത്തിലെ അറസ്റ്റും ഡൽഹിയിലെ റെഡ് ഫോർട്ട് സ്ഫോടനവും തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് പോലീസ് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണേണ്ടി വരുന്നു. ദി ഇന്ത്യൻ എക്സ്പ്രസ് ജമ്മു കാശ്മീരിലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഫരീദാബാദിലെ അറസ്റ്റിലായ ആളുകളുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ്. എങ്കിലും ഈ കാര്യവും സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗ്രൂപ്പിൽ മുജാമിലും ആദിലിനും പുറമെ 2 ഡോക്ടർമാർ കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ഒരാൾ ലക്നൌവിലെ ഒരു വനിതാ ഡോക്ടറാണ്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ മറ്റൊരു ഡോക്ടറായ ഉമർ നബി തൻ്റെ കൂട്ടുകാരുടെ അറസ്റ്റിന് ശേഷം ഒളിവിൽ പോയി. ഈ ഉമർ നബിയാണ് ഡൽഹിയിലെ സ്ഫോടനം നടത്തിയത് എന്നാണ് സംശയിക്കുന്നത്. ഇയാളും മുജാമിലും പുൽവാമയിലെ കോയിൽ ഗ്രാമത്തിൽ നിന്നുള്ളതാണെന്നും നബിയും അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു. മുജാമിലിൻ്റെ അറസ്റ്റിന് ശേഷം പോലീസ് ഇയാളെ തിരയുന്നുണ്ടായിരുന്നു. ഉമർ നബിയെ ഡൽഹി സ്ഫോടനവുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു തെളിവാണ് ഹുണ്ടായി i20 കാർ എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് പോലീസ് സോഴ്സുകളെ ഉദ്ധരിച്ച് പറയുന്നത് സ്ഫോടനത്തിനായി ഉപയോഗിച്ച കാർ അവസാനമായി ഉമറിൻ്റെ പക്കലായിരുന്നു എന്നും സ്ഫോടനത്തിന് മുമ്പ് ഉമർ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത് എന്നുമാണ്. ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ദി പ്രിന്റിനോട് പറയുന്നത് തൻ്റെ കൂട്ടുകാർ അറസ്റ്റിലായതിനു ശേഷം ഉമർ പരിഭ്രാന്തനായി അദ്ദേഹം തിടുക്കത്തിൽ ഈ സ്ഫോടനം നടത്തിയെന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യ സോഴ്സുകളെ ഉദ്ധരിച്ച് പറയുന്നത് ഈ സ്ഫോടനം പരിഭ്രാന്തിയിലും നിരാശയിലും ചെയ്തതാണ് എന്നാണ്. ഈ ബോംബ് വളരെ ലൂസായിട്ടാണ് കൂട്ടിയോജിപ്പിച്ചത്. അത് പൂർണ്ണമായി വികസിപ്പിച്ച് എടുത്തിരുന്നില്ല. അത് കാരണമാണ് സ്ഫോടനത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞത്. ഈ സ്ഫോടനത്തിൻ്റെ സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദ് റെയ്ഡുകൾ ലഭിച്ചതിന് സമാനമാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മരിച്ച ആളുകളിൽ ഉമർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. അതിനുവേണ്ടി ഉമറിൻ്റെ അമ്മയുടെ DNA സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നടന്നത് തീർത്തും ഹൃദയഭേദകമായ സംഭവമാണ്. 13 നിഷ്കളങ്കരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എത്രയോ കുടുംബങ്ങൾ തകർന്നുപോയി. ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയും വിവേകവും നിലനിർത്തുക എന്നതാണ്. രാജ്യത്ത് ഭീകരത പരത്തുക എന്നതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. അത്തരം സമയങ്ങളിൽ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. 3 കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. ഒന്നാമതായി, TRPക്ക് വേണ്ടി ഈ സംഭവത്തെ മാറ്റിമറിക്കുന്ന TV മീഡിയ ചാനലുകളിൽ നിന്ന്. രണ്ടാമതായി, സോഷ്യൽ മീഡിയയിൽ ഈ സംഭവത്തെ സമൂഹത്തിന് വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെറുപ്പുകാരായ ട്രോളുകളോട്. തങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വെറുപ്പിനെ ന്യായീകരിക്കാനും സമൂഹത്തിൽ ഇതേ വെറുപ്പ് പരത്താനും വേണ്ടിയാണ് അവർ ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി, നമ്മളുടെ ഉള്ളിലെ പക്ഷപാതം.
പല ആളുകളും ഒരു സംഭവത്തിൽ ആവശ്യത്തിന് വിവരം കിട്ടിയില്ല എങ്കിൽ ഉടൻ തന്നെ നിഗമനങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട പല കമൻറ്റുകളും ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസമായിരുന്നു, അതിന് തലേന്നാണ് സ്ഫോടനം നടന്നത്, അപ്പോൾ ഉറപ്പായും അതിനിടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകും എന്നുള്ള നിഗമനങ്ങളാണ്. ഈ സർക്കാർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഞാനും സമ്മതിക്കുന്നു. എന്നാൽ തെളിവുകളില്ലാതെ ഇത്തരത്തിൽ ഒരു നിഗമനത്തിൽ എത്തുന്നത് ശരിയല്ല എന്നാണ് ധ്രുവ് രാഠി പറയുന്നത്. കാര്യങ്ങൾ എപ്പോഴും വിമർശനാത്മകമായി കാഴ്ചപ്പാടോടെ കാണുക, പക്ഷേ അടിസ്ഥാനമില്ലാത്ത ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇതുകൂടാതെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ധ്രുവ് രാഠി പറയുന്നു. പല ചോദ്യങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ. ഉത്തരം പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വവുമുണ്ട്. കാരണം രാജ്യത്തിൻ്റെ അതിർത്തികൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: 3000 കിലോ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഫരീദാബാദിൽ എത്തി? 6 വർഷം മുമ്പ് പുൽവാമ ആക്രമണ സമയത്തും ഉയർന്ന അതേ ചോദ്യമാണ് ഇത്. അന്ന് 300 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ എങ്ങനെ രാജ്യത്തിനകത്ത് എത്തി? ഇവിടെ നല്ല രീതിയിൽ അന്വേഷണം നടക്കുമെന്നും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ വർഷങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നും പ്രതീക്ഷിക്കുകയാണ്. ധ്രുവിൻ്റെ ഈ വീഡിയോയിലൂടെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന കുറേ അഭ്യൂഹങ്ങൾക്ക് അവസാനമുണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.